1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ നഗരസഭയിലെ ഹോട്ടലുകളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം. ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ 3 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ബിരിയാണി, ബീഫ്, ചിക്കൻ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ മുക്ത വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിശോധന. കഴിഞ്ഞ 4-ന് തുടങ്ങിയ പരിശോധനയാണ് ശക്തമാക്കിയിരിക്കുന്നത്. നിലമ്പൂർ പാട്ടോത്സവത്തിന്റെ ഭാഗമായി കൂടുതൽ ജനങ്ങൾ എത്താനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് ആരോഗ്യ വിഭാഗം പരിശോധന ഊർജിതമാക്കിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 19 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂർ ജില്ലാശുപത്രി റോഡിലെ ടേസ്റ്റ് സിറ്റി ഹോട്ടൽ, നല്ലന്തണ്ണി മാസ ഹോട്ടൽ, ബ്രദേഴ്സ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. ഇതുവരെ 59 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയതായി നിലമ്പൂർ നഗരസഭ ആരോഗ്യ വിഭാഗം സൂപ്പർവൈസർ AC രാജീവൻ പറഞ്ഞു. പഴകിയ ഭക്ഷണം കണ്ടെടുത്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരിൽ നിന്നും പിഴ ഈടാക്കും. പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കാൻ ഒരു ഹോട്ടലിനെയും അനുവദിക്കില്ലെന്നും പരിശോധന തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുനിൽകുമാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടിൻഡോ, രതീഷ്, ഡ്രൈവർ വിജേഷ് എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജനുവരി 1 മുതൽ 7-ാം തീയതി വരെ നമ്മൾ വലിച്ചെറിയൽ മുക്ത വാരാചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ നഗരസഭാ പരിധിയിലെ പല പ്രദേശങ്ങളും പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ പല സ്ഥാപനങ്ങളും പരിശോധിക്കുകയും ചെയ്യുന്നതായി. അത് 4-ാം തീയതി തുടങ്ങിയ പരിശോധനയാണ്. നമ്മൾ ഇന്ന് 8-ാം തീയതി കൂടി പരിശോധന നമ്മൾ രാവിലെ 5:30 മുതൽ പരിശോധന ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 19 സ്ഥാപനങ്ങൾ പരിശോധിച്ചു. 19 സ്ഥാപനങ്ങളിൽ നമ്മൾ 3 സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ സൂക്ഷിച്ചത് നടപടികൾ നോട്ടീസുകളിൽ നടന്നു. നിലമ്പൂരിലെ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണത്തിൽ ചത്തപല്ലി, ചത്തപാറ്റ എന്നിവ കണ്ടെടുത്തത് ഹോട്ടൽ ഭക്ഷണങ്ങളെ ആശ്രയിക്കുന്നവരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങൾ പണം കൊടുത്തു വാങ്ങുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കണമെന്ന ഉറച്ച നിലപാടാണ് നഗരസഭയുടേതെന്നും ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.